നമസ്കാരം. നിങ്ങൾ ദിവസവും യാത്ര ചെയ്യുന്ന റോഡുകൾ, കടന്നുപോകുന്ന കൂറ്റൻ പാലങ്ങൾ, മലകൾ തുരന്നുണ്ടാക്കിയ തുരങ്കങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവയ്ക്ക് പിന്നിൽ ഒരുപക്ഷെ ഒരേയൊരു കമ്പനിയായിരിക്കാം. അതെ, ആധുനിക ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ പടുത്തുയർത്തുന്ന ദിലീപ് ബിൽക്കോൺ എന്ന ഭീമൻ. എന്താണ് അവരുടെ ഈ അവിശ്വസനീയമായ വളർച്ചയുടെ രഹസ്യം? നമുക്ക് നോക്കാം. ഇതിന്റെ തുടക്കം കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കില്ല. 1987-ൽ ഭോപ്പാളിലെ ഒരു സാധാരണ ഗ്യാരേജിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. കൂടെയുണ്ടായിരുന്നത് വെറും 5 പേർ. ദിലീപ് സൂര്യവംശി എന്ന ഒരു സിവിൽ എഞ്ചിനീയർ കണ്ട സ്വപ്നം. ഇന്നത്തെ ആയിരക്കണക്കിന് കോടികളുടെ പ്രൊജക്ടുകളിലേക്കുള്ള ആദ്യത്തെ വളരെ ചെറിയൊരു ചുവടുവയ്പായിരുന്നു അത്. ആ ചെറിയ ഗ്യാരേജിൽ നിന്ന് അവർ വളർന്ന് പന്തലിച്ച് ഇന്ന് രാജ്യത്തിന്റെ ജീവനാഡികളായി മാറിയ ഈ ബൃഹത്തായ ശൃംഖല നിർമ്മിച്ചു. ഒന്നോർത്തു നോക്കൂ, രാജ്യത്തിന്റെ ഒരൊറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടുകിടക്കുന്ന എക്സ്പ്രസ് വേകൾ, വലിയ നദികൾക്ക് കുറുകെയുള്ള പാലങ്ങൾ, മലകളെ തുളച്ചുപോകുന്ന തുരങ്കങ്ങൾ, ഇവയെല്ലാം അവരുടെ കഴിവിന്റെയും വളർച്ചയുടെയും അടയാളങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, ഒരു ഗ്യാരേജിൽ തുടങ്ങിയ ഈ കമ്പനി എങ്ങനെയാണ് ഇത്രയും വലിയൊരു നിർമ്മാണ ശക്തിയായി മാറിയത്? ഉത്തരം രണ്ട് കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന്, മറ്റാരും ചിന്തിക്കാത്ത അവരുടെ ബിസിനസ് തന്ത്രം. 2, അവരുടെ സ്വന്തമായുള്ള ഇരുമ്പ് സൈന്യം. നമുക്ക് ആ തന്ത്രങ്ങൾ ഓരോന്നായി ചുരുളളിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ ആ യാത്രയൊന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു ചെറിയ പ്രാദേശിക കോൺട്രാക്ടർ ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഒരു പ്രധാനിയായി മാറിയതെന്ന് കാണാം. 1987-ൽ ദിലീപ് സൂര്യവംശി തുടക്കമിട്ടു. എന്നാൽ കഥയിലെ ഒരു പ്രധാന വഴിത്തിരിവ് 1995-ൽ ദേവേന്ദ്ര ജെയിൻ വന്നതോടെയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതോടൊരു പുതിയ വേഗത കൈവന്നു. 2006-ൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറി എല്ലാം ഒരു കുടക്കീഴിലാക്കി. പക്ഷേ ശരിക്കുമുള്ള ഒരു കുതിച്ചുചാട്ടം നടക്കുന്നത് 2016-ലാണ്. അവരുടെ IPO. അതോടെ പൊതുജനങ്ങളിൽ നിന്ന് പണം സമാഹരിക്കാനും ദേശീയ തലത്തിൽ വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനുമുള്ള കരുത്ത് അവർക്ക് കിട്ടി. ഏതൊരു വലിയ വിജയത്തിന് പിന്നിലും ചില തലകളുണ്ടാകും, അല്ലേ? ദിലീപ് ബിൽക്കോണിന്റെ കാര്യത്തിൽ അത് ഈ 2 വ്യക്തികളാണ്. ഇവരുടെ കൂട്ടുകെട്ടാണ് കമ്പനിയുടെ DNA എന്ന് തന്നെ പറയാം. ഇവരുടെ ഈ കൂട്ടുകെട്ട് ശരിക്കും രസകരമാണ്. ഒരാൾ തലച്ചോറ് പോലെയും മറ്റേയാൾ ശരീരം പോലെയുമാണ് പ്രവർത്തിക്കുന്നത്. ദിലീപ് സൂര്യവംശി കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു, പുതിയ ബിസിനസ്സുകൾ കണ്ടെത്തുന്നു, സർക്കാർ തലത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. എന്നാൽ ദേവേന്ദ്ര ജെയിനിന്റെ ജോലി ആ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. കൃത്യസമയത്ത് ബഡ്ജറ്റിൽ ഒതുങ്ങി പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുക. ഈ ഒരു ബാലൻസാണ് അവരുടെ വിജയരഹസ്യം. ഇനി നമുക്ക് അവരുടെ ഏറ്റവും വലിയ രഹസ്യത്തിലേക്ക് വരാം. മറ്റുള്ളവരിൽ നിന്ന് അവരെ പൂർണ്ണമായും വ്യത്യസ്തരാക്കിയ ആ ബിസിനസ് മോഡൽ. ഇതാണ് DBL മോഡൽ. ഈ മോഡൽ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം EPC എന്താണെന്ന് അറിയണം. എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ. സിമ്പിളായി പറഞ്ഞാൽ, സർക്കാർ ഒരു പ്രോജക്റ്റ് തരുന്നു, ഇവരത് ഡിസൈൻ ചെയ്ത് വേണ്ട സാധനങ്ങൾ വാങ്ങി നിർമ്മിച്ചു തിരികെ ഏൽപ്പിക്കുന്നു. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും സർക്കാരിൽ നിന്ന് പണം കിട്ടും. അല്ലാതെ റോഡ് പണിത് ടോൾ പിരിച്ച് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് കളിമാറ്റിയ തീരുമാനം. ഇൻഡസ്ട്രിയിലെ മറ്റു പല വമ്പന്മാരും റോഡ് നിർമ്മിച്ച് ടോൾ പിരിക്കുന്ന BOT മോഡലിന് പിന്നാലെ പോയപ്പോൾ DBL ഈ EPC മോഡലിൽ ഉറച്ചുനിന്നു. BOT മോഡലിലെ അപകടം എന്താണെന്ന് വെച്ചാൽ, അത് നാളത്തെ ട്രാഫിക്കിനെ വിശ്വസിച്ച് ഇന്ന് കോടികൾ മുടക്കുന്ന ഒരു ചൂതാട്ടം പോലെയാണ്. ട്രാഫിക് കുറഞ്ഞാൽ വരുമാനം നിൽക്കും, കമ്പനി കടത്തിലാവും. എന്നാൽ EPC മോഡൽ തെരഞ്ഞെടുത്തതിലൂടെ DBLന് എപ്പോഴും സ്ഥിരമായ പണമൊഴുക്കും വളരെ കുറഞ്ഞ റിസ്ക്കും ഉറപ്പാക്കാൻ കഴിഞ്ഞു. അതൊരു ഗംഭീര നീക്കമായിരുന്നു. അവരുടെ തന്ത്രത്തിന്റെ അടുത്ത ഭാഗമാണ് വേഗത. വെറുതെ പറയുന്നതല്ല, ദേവേന്ദ്ര ജെയിൻ പറയുന്നത് പോലെ 90% പ്രോജക്റ്റുകളും അവർ ഡെഡ്ലൈനിന് മുൻപേ പൂർത്തിയാക്കും. എന്തിനാണെന്നോ? അങ്ങനെ ചെയ്താൽ സർക്കാരിൽ നിന്ന് വലിയൊരു തുക ബോണസായി കിട്ടും. ഇതൊരു ചെറിയ കാര്യമല്ല. അവരുടെ ലാഭത്തിന്റെ ഒരു പ്രധാന ഭാഗം വരുന്നത് ഈ ബോണസിൽ നിന്നാണ്. പക്ഷേ എങ്ങനെയാണ് അവർക്ക് ഇത്ര വേഗത്തിൽ പണി തീർക്കാൻ കഴിയുന്നത്? അതിനാരെങ്കിലും സഹായിക്കണ്ടേ? വേണ്ട. കാരണം അവിടെയാണ് അവരുടെ അടുത്ത തുറുപ്പുഷീറ്റ് വരുന്നത്, അവരുടെ സ്വന്തം യന്ത്രങ്ങളുടെ സൈന്യം. ഈ സംഖ്യ ഒന്ന് ഓർത്തു നോക്കൂ. 12,000-ലധികം വാഹനങ്ങളും യന്ത്രങ്ങളും. അതെ, ഇത് DBLന്റെ സ്വന്തമാണ്, വാടകയ്ക്കെടുത്തതല്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ ഉപകരണങ്ങളുടെ ശേഖരങ്ങളിൽ ഒന്നാണിത്. അവരുടെ ഈ സൈന്യത്തിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കൂ. 2,600-ലധികം ടിപ്പറുകൾ, 500-ലധികം എക്സ്കവേറ്ററുകൾ, 300 ക്രെയിനുകൾ, ഖനനത്തിനുപയോഗിക്കുന്ന 200-ലധികം കൂറ്റൻ ട്രക്കുകൾ. ഇങ്ങനെ ആ പട്ടിക നീണ്ടുപോകുന്നു. അപ്പോ സ്വന്തമായി ഇത്രയും മെഷീനുകൾ ഉള്ളതുകൊണ്ടുള്ള ഗുണമെന്താണെന്നല്ലേ? അവർക്ക് ഒന്നിനും മറ്റാരെയും ആശ്രയിക്കേണ്ട, ഉപകരാറുകാർക്ക് ജോലി കൊടുക്കേണ്ട. അതുകൊണ്ട് സമയം, ചെലവ്, ക്വാളിറ്റി, ഇതിലെല്ലാം അവർക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട്. ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് ലാഭം മുഴുവൻ കമ്പനിക്ക് കിട്ടും. പോരാത്തതിന് ഒരു പ്രോജക്റ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് യന്ത്രങ്ങൾ അതിവേഗം മാറ്റാനും സാധിക്കുന്നു. എല്ലാം ഭോപ്പാലിലെ ഹെഡ്ക്വാർട്ടേഴ്സിലിരുന്ന് ഡിജിറ്റലായി നിയന്ത്രിക്കാം. അപ്പോൾ ഈ തന്ത്രവും ഈ യന്ത്രസൈന്യവും വെച്ച് അവരെന്താണ് ഇന്ത്യയിൽ ചെയ്യുന്നത്? അവരുടെ പ്രവർത്തനം റോഡുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് സത്യം. ഈ ചാർട്ട് നോക്കൂ. ഇവിടെയാണ് അവരുടെ ബുദ്ധിപരമായ മറ്റൊരു നീക്കം നമ്മൾ കാണുന്നത്. ഇന്ന് അവരുടെ ഏറ്റവും വലിയ വരുമാനം റോഡുകളിൽ നിന്നല്ല, മറിച്ച് ജലസേചന ഖനന പദ്ധതികളിൽ നിന്നാണ്. അതായത് ഒരു മേഖലയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും കമ്പനി അത് കാര്യമായി ബാധിക്കില്ല. ഇതിനെയാണ് വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അവരുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ ഒരു ഉദാഹരണമാണ് ഗോവയിലെ ഈ സുവാരി പാലം. ഗോവയുടെ വടക്കും തെക്കും തമ്മിലുള്ള യാത്രാദുരിതത്തിന് ഒരു വലിയ ആശ്വാസമായിരുന്നു ഈ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കേബിൾ പാലങ്ങളിൽ ഒന്നാണിത്. നിർമ്മാണ മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ ഒഴിവാക്കാൻ അവർ കണ്ടെത്തിയ മറ്റൊരു വഴിയാണ് ഖനനം.
25 വർഷം പോലെയുള്ള ദീർഘകാല കരാറുകൾ വഴി കൽക്കരി ഖനനം ചെയ്ത് നൽകുമ്പോൾ അവർക്ക് സ്ഥിരമായ പ്രവചിക്കാവുന്ന ഒരു വരുമാനം ഉറപ്പാകുന്നു. ഇതൊരു ഇൻഷുറൻസ് പോളിസി പോലെയാണ്. അവർ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു കമ്പനിയാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. പുനരുപയോഗ ഊർജ്ജരംഗത്തേക്കുള്ള ഈ ചുവടുവെപ്പ്. അടുത്തിടെ അവർക്ക് കിട്ടിയ 1363 മെഗാവാട്ടിന്റെ ഈ സോളാർ പ്രോജക്റ്റ് ഒരു തുടക്കം മാത്രമാണ്. ഇന്ത്യയുടെ ഭാവിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിലും തങ്ങൾ മുൻപന്തിയിലുണ്ടാകുമെന്ന് അവർ ഇതിലൂടെ പറയുന്നു. തീർച്ചയായും ഒരു വളർച്ചയും അത്ര എളുപ്പമല്ലല്ലോ. ഇത്രയും വലിയൊരു കമ്പനിയാകുമ്പോൾ അതിന്റെ യാത്രയിൽ പല വെല്ലുവിളികളും ഉണ്ടാകും. അവരുടെ വളർച്ചയ്ക്കൊപ്പം ചില വിവാദങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും തലപൊക്കിയിട്ടുണ്ട്. നമുക്ക് അതും നിഷ്പക്ഷമായി ഒന്ന് നോക്കാം. 2021 ഒരു കൈക്കൂലി കേസിൽ CBI അന്വേഷണം നേരിട്ടത് കമ്പനിക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. അതുപോലെ അതേ വർഷം വിശാഖപട്ടണത്ത് നിർമ്മാണത്തിലിരുന്ന ഒരു മേൽപ്പാലം തകർന്നുണ്ടായ അപകടം അവരുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് പല ചോദ്യങ്ങളും ഉയർത്തി. ഇതിനെല്ലാം പുറമെ ആദായനികുതി വകുപ്പിന്റെ പരിശോധനകളും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ വെല്ലുവിളികളും അവരുടെ യാത്രയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഭോപ്പാലിലെ ആ ചെറിയ ഗാരേജിൽ നിന്ന് തുടങ്ങിയ യാത്രയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായ തന്ത്രങ്ങളും ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിർവഹണ മികവും ചേർന്നപ്പോൾ അത് രാജ്യത്തെ ഏറ്റവും വലിയ നിർമ്മാണ സ്ഥാപനങ്ങളിലൊന്നായി മാറി. അതുകൊണ്ട് ഇന്ന് ദിലീപ് ബിൽഡ്കോൺ വെറുമൊരു കൺസ്ട്രക്ഷൻ കമ്പനിയല്ല, മറിച്ച് ഒരു ആധുനിക ഇന്ത്യ എന്ന സ്വപ്നത്തിന്റെ ബ്ലൂ പ്രിന്റിന് ജീവൻ നൽകുന്ന രാജ്യത്തിന്റെ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സിക്യൂഷൻ പാർട്ണറായി നിലകൊള്ളുന്നു.